അധ്യായം 54 ഡിസംബർ ലേഡി. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അതിമനോഹരമായ ഒരു സസ്യത്തെക്കുറിച്ചാണ്, ഡിസംബർ ലേഡി. ഈ സുന്ദരിയെക്കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് വെള്ളിത്തിളക്കമുള്ള പൂക്കളുടെ കാഴ്ചയാണ്, അല്ലേ? ശരിക്കും ഡിസംബർ മാസത്തിൽ നമ്മുടെ പൂന്തോട്ടങ്ങളിൽ മഞ്ഞുകാലത്തിന്റെ പ്രഭ ചൊരിയുന്ന ഈ ചെടി ഏത് കാലാവസ്ഥയിലും തിളങ്ങി നിൽക്കുന്ന ഒരു അത്ഭുതമാണ്. ഡിസംബർ ലേഡി ശാസ്ത്രീയമായി യൂഫോർബിയ ലൂക്കോസെഫല എന്നറിയപ്പെടുന്നു. നമ്മുടെ നാട്ടിൽ മാത്രമല്ല, മെക്സിക്കോയും മധ്യ അമേരിക്കയും ഉൾപ്പെടുന്ന പ്രദേശങ്ങളിലാണ് ഈ ചെടിയുടെ ജന്മദേശം. ക്രിസ്മസ് പൂവായ പോയിൻസെറ്റിയുടെ അടുത്ത ബന്ധുവാണ് നമ്മുടെ ഡിസംബർ ലേഡി. ഈ ചെടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ ഇതിന്റെ പൂക്കളല്ല, മറിച്ച് പൂക്കളെ ചുറ്റി നിൽക്കുന്ന വെളുത്ത ഇലകളാണ് ആകർഷകത്വം. മഞ്ഞുകാലത്ത്, പ്രത്യേകിച്ചും ഡിസംബർ മാസത്തിൽ ഈ ഇലകൾ വെള്ളി നിറത്തിൽ വിരിഞ്ഞു നിൽക്കുന്നത് കാണാൻ വളരെ മനോഹരമാണ്. അതുകൊണ്ടാണല്ലോ ഇതിനെ ഡിസംബർ ലേഡി എന്നും ക്രിസ്മസ് പൂവ് എന്നും വിളിക്കുന്നത്. ഇനി ഈ സുന്ദരിയെ നമ്മുടെ പൂന്തോട്ടത്തിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നവർക്കായി ചില പരിപാലന നുറുങ്ങുകൾ. ഡിസംബർ ലേഡിക്ക് നല്ല സൂര്യപ്രകാശമോ ഭാഗികമായ തണലോ ഇഷ്ടമാണ്. മണ്ണ് നന്നായി നീർവാർച്ചയുള്ളതായിരിക്കണം, എന്നാൽ ഒരിക്കലും വെള്ളക്കെട്ടുണ്ടാകരുത്. ഇനി വളപ്രയോഗം. ഡിസംബർ ലേഡിക്ക് വർഷത്തിൽ 1-2 തവണ എല്ലായ്പ്പോഴും ഉപയോഗിക്കുന്ന തരം വളങ്ങൾ നൽകാം. പൂക്കൾ വിടരുന്ന സമയത്ത് പൊട്ടാസ്യം അടങ്ങിയ വളങ്ങൾ നൽകുന്നത് പൂക്കളുടെ എണ്ണം വർദ്ധിപ്പിക്കാനും അവയുടെ നിറം കൂടുതൽ തീവ്രമാക്കാനും സഹായിക്കും. ഇനി പ്രൊപ്പഗേഷൻ. ഡിസംബർ ലേഡിയെ കമ്പുകൾ മുറിച്ചു നട്ട് പുതിയ ചെടികൾ ഉണ്ടാക്കിയെടുക്കാം. ഏകദേശം 10 മുതൽ 15 വരെ സെന്റിമീറ്റർ നീളമുള്ള ആരോഗ്യമുള്ള കമ്പുകൾ തിരഞ്ഞെടുത്ത് മണലും ചകിരിച്ചോറും ചേർന്ന മിശ്രിതത്തിൽ നടാം. 2 ആഴ്ചയ്ക്കുള്ളിൽ അവ വേരുപിടിക്കാൻ തുടങ്ങും. അപ്പോൾ ഡിസംബർ ലേഡിയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഈ മനോഹരമായ ചെടി നിങ്ങളുടെയും പൂന്തോട്ടത്തിന് ഒരു മുതൽക്കൂട്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. Like, share and subscribe. Thank you.